കേരളത്തിലെ ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്ന പവർ കട്ടില്ലാത്ത കേരളം എന്ന പരസ്യവാചകത്തിന്റെ പിന്നിലെ പച്ചയായ സത്യം നിങ്ങൾക്കറിയാമോ? വേനൽ കടുക്കുമ്പോഴും നമ്മുടെ വീടുകളിൽ ലൈറ്റ് അണയാത്തത് പിണറായി വിജയന്റെ കയ്യിൽ മാന്ത്രിക വടി ഉള്ളതുകൊണ്ടല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ച മോദി സർക്കാരിന്റെ വിപ്ലവകരമായ പദ്ധതികൾ കൊണ്ടാണ്. കേരളത്തെ ഇരുട്ടിൽ നിന്നും രക്ഷിച്ച ആ ഡൽഹി രഹസ്യം ഇന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. വികസനത്തെക്കുറിച്ച് വാചാലരാകുന്നവർ സൗകര്യപൂർവ്വം മറച്ചു പിടിക്കുന്ന ചില കണക്കുകളുണ്ട്. കേരളം വൈദ്യുതിയിൽ സ്വയം പര്യാപ്തമാണെന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ. നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ വെറും 20% മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 80% മോദി സർക്കാർ നൽകുന്ന കേന്ദ്ര വിഹിതമാണ്. കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ കേരളം ഇന്നും മെഴുകുതിരി വെളിച്ചത്തിൽ ഇരിക്കേണ്ടി വന്നേനെ. 2023-24 കാലഘട്ടത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആരും ഞെട്ടും. കേരളത്തിന്റെ ആകെ ഉപഭോഗം 30,600 മില്യൺ യൂണിറ്റ് ആണ്. എന്നാൽ നമ്മുടെ ഡാമുകളിൽ നിന്ന് കിട്ടുന്നത് വെറും 5,700 മില്യൺ യൂണിറ്റ് മാത്രം. ബാക്കി 25,000 മില്യൺ യൂണിറ്റും പുറത്തു നിന്നാണ് വരുന്നത്. പിണറായി സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര മെഗാവാട്ട് വൈദ്യുതിയാണ് അധികമായി ഉൽപ്പാദിപ്പിച്ചത്? ഉത്തരം 0 എന്നാണ്. സ്വന്തമായി ഒരു പ്ലാൻ പോലുമില്ലാത്ത സർക്കാർ കേന്ദ്രം നൽകുന്ന വൈദ്യുതി വിതരണം ചെയ്ത് ഞങ്ങളാണ് വെളിച്ചം നൽകുന്നത് എന്ന് പറയുന്നത് നമ്മളോടുള്ള വെല്ലുവിളിയാണ്. 2014 മുമ്പ് ഭാരതം ഇരുട്ടിലായിരുന്നു. വൈദ്യുതി ഗ്രിഡുകൾ പല തട്ടുകളായി ചിന്നിച്ചിതറി കിടന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരമേറ്റതോടെ 1 നേഷൻ 1 ഗ്രിഡ് 1 ഫ്രീക്വൻസി എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമായി. ഇന്ന് ഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ഓപ്പറേഷൻ ഗ്രിഡാണ്. ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിനാണ്. വടക്കേ ഇന്ത്യയിലെ കൽക്കരി പാടങ്ങളിൽ നിന്നും ലഡാക്കിലെ സോളാർ പാനലുകളിൽ നിന്നും വൈദ്യുതി തത്സമയം കേരളത്തിലെ വീട്ടിലെത്തുന്നത് മോദിയുടെ ഈ വിഷൻ കൊണ്ടാണ്. ഈ ഗ്രിഡ് ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നും ലോഡ് ഷെഡിംഗ് തുടർന്നേനെ. ഇതാണ് ഏറ്റവും വലിയ തമാശ. ഇന്ന് കേരളം അനുഭവിക്കുന്ന വൈദ്യുതി വിഹിതത്തിന്റെ സിംഹഭാഗവും വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് സമരം ചെയ്ത് പൂട്ടിക്കാൻ നോക്കിയ പദ്ധതിയിൽ നിന്നാണ്. കൂടംകുളം ആണവ നിലയം, ഈ പ്ലാന്റിനെതിരെ സമരം ചെയ്തവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ചവരാണ് ഇവിടുത്തെ ഭരണകൂടം. എന്നാൽ ഇന്ന് കേരളത്തിന് ഏറ്റവും കൂടുതൽ കറണ്ട് കിട്ടുന്നത് അതേ കൂടംകുളത്ത് നിന്നാണ്. റായ്ഗഡ്, പുഗലൂർ, തൃശൂർ HVDC ലൈൻ, ഈ 2000 മെഗാവാട്ട് വൈദ്യുതി അധികമായി കേരളത്തിലേക്ക് എത്തിക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിത്. ഇതിനെയും തടസ്സപ്പെടുത്താൻ നോക്കിയവർ ഇന്ന് ആ വെളിച്ചത്തിലിരുന്ന് വികസനം പ്രസംഗിക്കുന്നു. കേന്ദ്രത്തിന്റെ ഈ ഹൈവേയിലൂടെയാണ് ഇന്ന് കേരളത്തിലെ ജീവനാടി ഒഴുകുന്നത്. KCB ഇന്ന് വെറും വെള്ളാനയാണ്. കോടിക്കണക്കിന് രൂപയുടെ കടക്കെണിയിലാണ്. എന്നിട്ടും അവർക്ക് വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയുന്നത് കേന്ദ്രത്തിന്റെ ഉദയ് പദ്ധതിയും കോടിക്കണക്കിന് രൂപയുടെ ഗ്രാന്റുകളും ഉള്ളതുകൊണ്ടാണ്. 2014 ശേഷം കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതി വിതരണ ശേഷി 600% മോദി സർക്കാർ വർദ്ധിപ്പിച്ചത്. സ്മാർട്ട് മീറ്ററുകളും പുതിയ ട്രാൻസ്ഫോമറുകളും വാങ്ങാൻ കേന്ദ്രം നൽകുന്ന പണം എവിടെ പോകുന്നു എന്ന് കൂടി ജനങ്ങൾ ചിന്തിക്കണം. ഇന്ന് ഭാരതം ലോകത്തിന് തന്നെ വെളിച്ചം നൽകുന്ന രാജ്യമായി മാറി. നമ്മൾ അയൽ രാജ്യങ്ങളിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നുണ്ട്. ലോകത്തെ 4ാമത്തെ വലിയ സോളാർ പവർ ഉൽപ്പാദകരാണ് നമ്മൾ. കേന്ദ്രത്തിന്റെ പ്ലാനിംഗ് അനുസരിച്ച് രാത്രിയും പകലും തടസ്സമില്ലാതെ വൈദ്യുതി നൽകാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. ഇത് മോദി സർക്കാരിന്റെ ഭരണ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പിണറായി വിജയന്റെ തള്ളലല്ല.